പോലെ ആരും കുറ്റവാളിയായി ജനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ട്, ഒരു ജനറ്റിക് കമ്പോണന്റ് ഉണ്ട് അവിടെ. പക്ഷെ മോർ ദാൻ ദാറ്റ് അത് തമ്മിൽ എപ്പോഴും തർക്കമാണ് ഏതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു കാര്യം അവർ പറയുന്നത് ഈ മൃഗങ്ങളോട് കൂടുതലാണ് ഫീലിക്കുന്നത്, അത് ഇത് സപ്പോസ് ടു ബി ഫോറങ്ങൾ. ചിലവർ ഈ പൂച്ചയുടെയൊക്കെ വാലൊക്കെ വെച്ചിട്ടെല്ലാം അവർക്ക് കളിയൊക്കെ. അപ്പൊ അവര് ഒരു മൃഗത്തിന്റെ കരുത്ത് തുറന്നാണ് ആ മൃഗത്തിന്റെ വേദന ഇതിലെ കാണുമ്പോഴത്തേക്ക് ഇവരൊരു സന്തോഷം വരിക. അതൊക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു അണ്ടർലൈൻ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ തന്നെ ഒരു ഫോറങ്ങളായിരിക്കാം. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എന്താ പറയുക, ഞാൻ ജെൻറ്റിക്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ലീലയുടെ ഇൻഫ്ലുവൻസ് ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പൊ എൺപതി പോയി കഴിഞ്ഞാൽ സങ്കടം തോന്നും. അതൊരു സങ്കടകരമായ കാര്യമാണ്. എൺപതി ഇന്ന് നമ്മുടെ നാട്ടില് ആക്രമണങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ കൂടുതലായിട്ടും അതിൽ കുട്ടികളുടെ പങ്ക് വലിയ രീതിക്ക് നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത് ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളും അതിന് തെളിവുകളാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ദീപ മാം. മാം തന്നെ മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ദീപ ഭാസ്കരൻ, അസോസിയേറ്റ് പ്രൊഫസർ ഇൻ ഡെവലപ്മെന്റ് പീഡിയാട്രിക്സ് ആണ്. ഞാൻ ട്രിവാൻഡ്രത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ഡയറക്ടർ ഇൻചാർജാണ്. നമ്മളിപ്പം കുട്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം കൂടുതലും ഉണ്ടാകുന്ന ഈ കേസുകളിൽ കുട്ടികൾ കൂടുതലായിട്ട് ഇൻവോൾവ് ആകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ അങ്ങനെ ആയിക്കഴിയുമ്പോഴത്തേക്ക് സമൂഹം അവരെ കുറ്റപ്പെടുത്തുന്ന രീതിക്കുള്ള പല രീതിക്കുള്ള പ്രകോപനപരമായിട്ടുള്ള, നമുക്ക് അവർ ചെയ്ത തെറ്റിന് ന്യായീകരിക്കാൻ പറ്റില്ലെങ്കിലും ഒരു കുട്ടിയും കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല. അവരെ കുറ്റവാളിയാക്കി തീർക്കുന്നതിൽ ഈ സമൂഹത്തിന് ഒരു പങ്കുണ്ട്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത് അവരുടെ പേരന്റിങ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നമ്മൾ പറയാനുള്ളത്? നമ്മളെ കുട്ടികളുടെ ഇത് പറയുമ്പോൾ നമ്മൾ രണ്ട് മെയിൻ ഘടകങ്ങളാണ് പറയുക. ജനറ്റിക് ആൻഡ് എൻവയൺമെന്റ്. നമ്മൾ നേച്ചർ ആൻഡ് നേച്ചർ എന്ന് പറയും. നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് കഴിവുകളുണ്ട്. അത് എന്താ പറയുക, ഡെവലപ്പ് ചെയ്യണോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ചുറ്റുപാട് പോലെ. അപ്പോൾ ഞാനിപ്പോൾ എത്ര മിടുക്കനായ ഒരു കുട്ടിയായിട്ട് ഞാൻ ജനിച്ചാലും എനിക്ക് അതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ നമ്മുടെ ബിഹേവിയറിന്റെ ഇഷ്യൂ എടുത്താലും അശ്വതി അല്ലേ, അശ്വതി പറഞ്ഞതുപോലെ ആരും കുറ്റവാളിയായി ജനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ട്, ഒരു ജനറ്റിക് കമ്പോണന്റ് ഉണ്ട് അവിടെ. പക്ഷെ മോർ ദാൻ ദാറ്റ് അത് തമ്മിൽ എപ്പോഴും തർക്കമാണ് ഏതാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് സ്വാഭാവികമായി ജനിതകമായി കിട്ടുന്ന നമ്മുടെ കപ്പാസിറ്റിയാണോ നമ്മുടെ എൻവയൺമെന്റ് ആണ്. പക്ഷെ രണ്ടും കൂടെ ചേർന്നാണ് ഒരു കുട്ടി. ഒരിക്കലും ഒരു കുട്ടീനെ നമുക്ക് കുറ്റപ്പെടുത്താൻ ഒക്കില്ല. നമുക്ക് സമൂഹത്തിന് വലിയൊരു റോളുണ്ട്. പേരന്റിങ് മാത്രമല്ല, പിന്നെ നമ്മുടെ ലീഗൽ സിസ്റ്റം അല്ലേ, എല്ലാവർക്കും ഒരു റോളുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ ആയത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് കുട്ടികളെ കുറ്റം എന്നല്ല, ഒരുപാട് ഫാക്ടറുണ്ട്. അതിൽ മേജർ ഫാക്ടർ അശ്വതി പറഞ്ഞ പോലെ പേരന്റിങ് ആണ്. പക്ഷെ നമ്മൾ മറ്റു സംഭവങ്ങൾ നമ്മൾ ആലോചിക്കണം. സൊസൈറ്റിക്ക് വലിയൊരു ബാധ്യതയുണ്ട് കുഞ്ഞുങ്ങളോട്. ലീഗൽ ഇതിനും വലിയൊരു ബാധ്യതയുണ്ട്. ഞാൻ ലീഗൽ പറയാൻ കാര്യം, ഈ മാർക്കോ എന്ന സിനിമ വന്നപ്പോൾ തന്നെ 18 വയസ്സിന് താഴെയുള്ള ഒരു അരിക്കാണരുത് എന്നായിരുന്നു. പക്ഷെ എത്രയോ കുട്ടികളാണെന്ന് പറയുമ്പോൾ 18 വയസ്സിന് താഴെ. അപ്പൊ അത് നമ്മളൊരു ലോ കൊണ്ടിട്ട് ആരും ഫോളോ ചെയ്യുന്നില്ല. സിനിമക്കാർക്ക് തിയേറ്ററുകാർക്ക് പൈസ ഉണ്ടാക്കിയാൽ, പക്ഷെ അവിടെ നമുക്കൊരു ലെവലുണ്ട്, അവർക്ക് തടയാം ഈ കുഞ്ഞുകുട്ടികൾ അത് കാണാൻ വരിക. അപ്പൊ അതുകൊണ്ട് ലീഗലി സോഷ്യലി ഒക്കെ നമുക്ക് ഇതിനുള്ള ഓബ്ലിഗേഷൻ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പാരന്റിങ് ഇത്. പിന്നെ അതിന് ചോദിക്കും പേരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി നമ്മൾ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേരന്റിങ് നമ്മൾ പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സബ് ടൈപ്സ് ഉണ്ട്. കാരണം പ്രധാനമായിട്ടുള്ളത് പെർമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ അച്ഛനമ്മ എനിക്ക് ചെയ്തു. അവരൊരു വിലക്ക് വെക്കുന്നേ ഇല്ല. അപ്പൊ കുഞ്ഞ് എവിടെ പോയാലും എനിക്ക് മുട്ടായി വേണം, മുട്ടായി കളിപ്പാട്ട്, എനിക്ക് കളിപ്പാട്ട് എല്ലാം. അവർക്ക് കാശുണ്ടായിട്ടും ആവില്ല, അവർ കടലും എടുത്ത് ആ കുഞ്ഞിന് രാവിലെ കഴിയാൻ സാധിച്ചു കൊടുക്കും. പക്ഷെ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണിത്. കാരണം അവരൊരു തോൽവി എന്താണെന്ന് അവൻ അറിയുന്നില്ല, എന്നിട്ട് നോ പറഞ്ഞ എന്താണെന്ന് അവൻ അറിയുന്നില്ല. പിന്നെ എല്ലാം നമ്മൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ പറയും. ഒരു സാധനം അവൻ മനസ്സിലായിട്ട് അവന് കിട്ടുന്നു. അപ്പൊ ഒന്നിനും വേണ്ടി അവൻ അധ്വാനിക്കണമെന്ന് ഒരു ചിന്തയെ വരുന്നില്ല. എല്ലാം അവന്റെ വിരൽത്തുമ്പിലാണ്. അങ്ങനത്തെ ഒരു കുഞ്ഞ് ഒരിക്കലും സൊസൈറ്റിയിൽ നന്നായി നിൽക്കില്ല. കാരണം അവനെല്ലാം ഫോർ ഗ്രാൻഡാണ്. അതിൽ കിട്ടുന്ന ഒന്നിനും ഒരു വിലയില്ല. കാരണം അവൻ ഒന്നിനും വലിയ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാം അവന് ചോദ്യം എല്ലാം അവൻ കിട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു കുട്ടി സക്സസ്ഫുൾ ആവുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. പിന്നെ കുഞ്ഞിനെ കുഴപ്പമില്ല, അതായത് അവർക്ക് പറ്റില്ല. രണ്ടാമത്തത് നമ്മൾ ഒതോറിറ്റേറിയൻ പാരന്റിങ് പറയും. ഒതോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു വര വരയ്ക്കുന്നു, അതിനപ്പുറം ഇപ്പുറം പോകുന്നത്. നമ്മുടെ ഹിറ്റ്ലറിനെ പോലെ. അത് കുഞ്ഞു കുട്ടികൾക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നിരിക്കും, പക്ഷെ അവരും പേടി കൊണ്ടാണ് നമ്മളെ അനുസരിക്കുന്നത്. അല്ലാതെ മനസ്സിലാക്കിയിട്ടോ ശരി എന്താണ് തെറ്റെന്നാണ് അറിഞ്ഞിട്ടല്ല, പേടിയാണ് അവർക്ക് ബേസിക്കലി. അങ്ങനത്തെ കുഞ്ഞുങ്ങള്
ശരിക്കും പറഞ്ഞാൽ അക്രമഭാഷണ കൂടും. കാരണം അവർ ഞാൻ അടിച്ചമർത്തിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറച്ച് പമ്മിയ കുട്ടികളൊക്കെ കാണുമ്പോൾ അവർക്ക് അവരുടെ ബിഹേവ് ചെയ്യാനായിട്ട് ടെൻഡൻസി വരും, ബുള്ളിങ് വരുന്നത് അവർക്ക് എല്ലാം അല്ല. എന്നാലും ഗുഡ് എക്സ്റ്റെന്റ് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവൻ ആ വീട്ടിൽ വെച്ച ഓപ്പറേഷൻ മൊത്തം തീർക്കുന്നത് സ്കൂളിൽ വരുന്ന ഇതുപോലത്തെ കുറച്ച് വൈറ്റായിട്ട് കുറച്ച് പമ്മിയുള്ള പിള്ളേർ, അല്ലെങ്കിൽ വിക്കലൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ, അങ്ങനത്തെ കുറച്ചൊരു ഇതായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവരുടെ തിരക്കി ഇത് കാണിക്കുന്നതൊന്നുമില്ല. പിന്നെ അഡോളസെന്റ് ആയി കഴിഞ്ഞ് ഓരോരുത്തരും കാര്യം നടക്കുകയില്ല അവർക്ക്. കാരണം അവർക്ക് ഓൾറെഡി അവരുടേതായ കാഴ്ചപ്പാട് വന്നു, വ്യത്യസ്തമായി ചിന്തിക്കുകയാണ്. അപ്പൊ അവർക്ക് ഈ വരച്ച വഴി നടക്കുമ്പോൾ അവനത് നേരെ തിരിച്ചു ചെയ്യാൻ അവർ ശ്രമിക്കുകയുള്ളൂ. അപ്പൊ അവിടെയാണ് ആ ഒരു ആ പറയുന്ന അതോറിറ്റേറ്റീവ് ഫിഗറിനോട് അവർക്ക് ഇത്രയും ദേഷ്യം തോന്നിയിട്ട് അവർ പൂർണ്ണമെല്ലാം കാണിക്കുന്നത് റെസ്പെക്ടിങ് ബിഹേവിയറുകൾ എല്ലാം ഒരു റിബലിയനാണ് അവർക്ക് വരിക. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ നല്ല പാരന്റിംഗ് അല്ല. ഏറ്റവും ഒതുങ്ങുന്നതെന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് പാരന്റിംഗ്. അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാല് ഇപ്പൊ കുഞ്ഞൊരു കാര്യം കുഞ്ഞിലെ ആയാലും പറഞ്ഞാല് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളത് ചെയ്തു കൊടുക്കും. ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ എനിക്കത് പറ്റില്ല. പിന്നെ നമ്മൾ ആ ഗ്രൗണ്ട് ഫേമായിട്ട് നമ്മൾ നിൽക്കണം. പിന്നെ അവിടുന്ന് when it comes to parenting, everybody should be on the same page. അച്ഛൻ മാത്രമല്ല, അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പാരന്റ്സ്. അമ്മ ഒരു കാര്യം കളിക്കി കഴിഞ്ഞാൽ അമ്മ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അമ്മയ്ക്ക് അവിടെ വോയിസ് ഇല്ല. അപ്പൊ കുഞ്ഞിനറിയാം അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അമ്മയ്ക്ക് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കും. പിന്നെ അമ്മ എത്ര പറഞ്ഞാലും ആ കുഞ്ഞ് അനുസരിക്കാൻ പോകുന്നില്ല. അപ്പൊ പാരന്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരുപാട് മെനക്കെട്ട് സമയമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോറിറ്റേറ്റീവ് ഞാൻ പറഞ്ഞത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുന്നു. നമ്മൾ കുഞ്ഞിന്റെ ഒപ്പീനിയൻ നമ്മൾ എടുക്കുന്നു. വി മീറ്റ് ദം ഹാഫ് ഡേ. കുഞ്ഞ് ഇങ്ങോട്ട് വരും, നമ്മളെ ഹാഫ് ഡേ, പേരന്റ് ഹാഫ് ഡേ വരും. ആ ഒരു 50-50 അവരുടെ പാർട്ട്ണർഷിപ്പ് പോലെ തന്നെയാണ് അതോറിറ്റേറ്റീവ് എന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞു, കുഞ്ഞ് എസ്പെഷ്യലി അഡോളസെന്റ് ആകും, അവൻ തിരിച്ചൊരു കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരു മിനിറ്റ് ആലോചിക്കുമ്പോൾ അവൻ പറഞ്ഞതിലാണ് ലോജിക്ക്. അപ്പൊ നമ്മൾ ആസ് എ പാരന്റ് എന്റെ ഈഗോ പോകുന്നു, ഞാൻ അതിന്റെ മുമ്പിൽ കുഞ്ഞാവുന്നു വിചാരിക്കരുത്. ശരിയാണ് മോനെ, അതിന് മോളെ നീ പറഞ്ഞതിലും കാര്യമുണ്ട്. അമ്മയ്ക്ക് കുറച്ച് എന്താ പറയാ, കുറച്ച് ഓൾഡ് സ്കൂൾ ഓഫ് തോട്ടാണ് അമ്മയ്ക്ക്. നീ പറഞ്ഞതിലും കാര്യമുണ്ട്, നീ ചെയ്യുന്ന കാര്യം നീ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് അവനിപ്പം നമ്മൾ നോ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കൺവിൻസ് ചെയ്യാൻ നോക്കി, പറ്റിയില്ല. അവൻ ചെയ്തിട്ട് വരികയാണ്, അത് ഫെയിലിയർ ആയി, തിരിച്ച് നമ്മൾക്ക് വരികയാണ്. അമ്മയെ ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ദാറ്റ് ഇസ് വൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെയ്യാനേ പാടില്ല. ചിലപ്പോൾ നമുക്ക് ഇമോഷണൽ ആവാൻ പറ്റില്ലായിരിക്കും, പക്ഷെ നമ്മൾ അൺകണ്ടീഷണലി പിള്ളേരുടെ കൂടെ തന്നെ നിൽക്കണം. എന്ത് വന്നാലും നിനക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അമ്മ ഇവിടെ ഉണ്ട്, അമ്മയുടെ ഒപ്പീനിയനിൽ ഇത് ചെയ്യാനായിരിക്കും നല്ലത്. പക്ഷെ മോള് വേറെ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. പക്ഷെ സക്സീഡ് ചെയ്തില്ല എന്ന് തോറ്റു വിചാരിക്കും, തിരിച്ചു വരിക, നമുക്ക് ഓർഡിനേറ്റ് എന്താണെന്ന് ഒട്ടും നോക്കാം. എപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, ബട്ട് ദിസ് വുഡ് ബി അവർക്കും നമ്മളോട് ഒരു റെസ്പെക്ട് തോന്നും, അവർക്കും നമ്മളോട് ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ തോന്നും. ഇപ്പൊ പേരന്റിങ്ങിന്റെ കാര്യം സൊസൈറ്റിക്ക് മൊത്തത്തിലൊരു ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഇപ്പം പൊതുവെ 2K കിഡ്സ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. ഈ 2K കിഡ്സ് എന്ന് പറയുന്നത് 90s കിഡ്സിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. അവർക്ക് ഉണ്ടായിരുന്ന എല്ലാ ട്രോമയും അല്ലെങ്കിൽ അവരനുഭവിച്ചത് വെച്ചിട്ട് അത് അവര് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്ത അങ്ങനെയാണ് ഈ കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം ഈ പേരൻസിന് മാത്രമല്ല സൊസൈറ്റിക്ക് മൊത്തത്തിലുണ്ട്. പക്ഷെ പൊതുവെ കണ്ടുവരുന്നത് ഒരു കുട്ടി എന്തെങ്കിലും ഒരു മോശമായിട്ട് ബിഹേവ് ചെയ്താണെങ്കിൽ അച്ഛനമ്മ. സത്യത്തിൽ നമുക്കൊരു കുട്ടിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അച്ഛനമ്മ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളിൽ ഒതുക്കാൻ ഒരിക്കലും കഴിയില്ല. ആ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, തോൽവിയുടെ കാര്യം പറഞ്ഞത്. നമ്മളിപ്പോ പൊതുവേ കാണുന്നു കുട്ടികൾ ആത്മഹത്യാ പ്രവണത നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിട്ട് തോന്നും. എന്തുമാത്രം ലൈഫിൽ നേരിടാനുള്ള, കാരണം അവർക്ക് കൂടുതൽ ഇതിനേക്കാൾ കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ ഇപ്പോഴും കഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഉള്ളപ്പോൾ ചെറിയ കാര്യങ്ങളെ പോലും നേരിടാൻ പറ്റാണ്ട് പോകും അവർക്ക്. ഈ പറഞ്ഞ തോൽവികളെ നേരിടാൻ അറിയാണ്ട് പോകുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അതൊന്ന് രണ്ട്. പിന്നെ പേരന്റൽ എക്സ്പെക്ടേഷൻസ് ഇല്ലേ, നമുക്ക് ഒരു കുഞ്ഞിയെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന കല്ല് എത്രയാണെന്നുള്ള പേരന്റിന് അറിയാമല്ലോ. നമ്മൾ അതിന് അപരീതമായി ചിന്തിച്ച് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുമ്പോഴേ കമ്പാരിസൺ. ഇപ്പം എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ അല്ല. നിനക്ക് അവനെ കണ്ട് പഠിച്ചൂടെ, മറ്റൊരു ഇത്രയും പഠിക്കുന്നില്ലേ, നമ്മുടെ കുട്ടിക്ക് ആ കഴിവുണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഇത് പേരന്റ് എക്സ്പെക്ടേഷൻസ് നമ്മളിപ്പം ഇവിടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇച്ചിരി സ്ലോ ലേണേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ നമ്മളെ പേരന്റിനോട് കൗൺസിലിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ആ കുഞ്ഞിനെ ഇതുപോലെ അന്ന് ഇങ്ങനെ അറ്റം എത്തണം, അവനെക്കൊണ്ട് അങ്ങനെ അറ്റം എത്താൻ പറ്റില്ല, പക്ഷെ അവനൊരു സ്ഥലത്ത് എത്തും. അത് ആ പേരന്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്
എല്ലാവരും ഈ പറഞ്ഞ ചെയ്യാൻ നടക്കൂല. അപ്പൊ ആ ഒരു പ്രശ്നം പിള്ളേർക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ കുഞ്ഞിലെ തന്നെ നമ്മളെ കളിക്കുമ്പോഴേ പേരൻസ് എന്ത് ചെയ്യും, വിട്ടു കൊടുക്കൂലേ, അവൻ ജയിച്ചോണ്ട് പോട്ടെ, വിട്ടു കൊടുക്കൂലേ, അവൻ ജയിക്കട്ടെ. പക്ഷെ അവിടെ മുതലേ എല്ലാം കുഞ്ഞിലേ മുതലേ തോൽവി. പിന്നെ എല്ലാത്തിനും ഞാൻ ഫസ്റ്റാണ് ഇല്ല. അവിടെ അവിടെ വെച്ചേ നമ്മൾ ആ ഒരു കുഞ്ഞു പ്രായത്തിലേ നമ്മൾ പറയണം. ഇറ്റ് ഇസ് നോട്ട് ദ ചെറുതായിട്ട് നമ്മൾ മാറ്റി നിർത്താൻ പറ്റില്ല എന്നല്ല, പക്ഷെ ഏറ്റവും മോടിയ വരുന്ന ആ ഒരു കുഞ്ഞു പ്രായമാണ് ബേസിൽ തൊട്ട്. കാരണം ഈ പാരന്റൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഞാൻ തോക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലും ഞാൻ കൂട്ട അമ്മയ്ക്ക് ഇത്രയും പോയിട്ട് അവർക്ക് വിഷമാവും, അങ്ങനെ വിഷമിക്കുന്ന കുട്ടികളും അതുകൊണ്ടാവും. പക്ഷെ അവിടെയെല്ലാം നമ്മള് നീ നിന്റെ മാക്സിമം, ഞാനിപ്പോ പറഞ്ഞിട്ട് ഐഡിയലാണ്. നമ്മളും ആ ഒരു സമയത്ത് ഇപ്പൊ നമ്മുടെ അവന്റെ ഫ്രണ്ട് ഭയങ്കര നല്ല മാർക്കോടുകൂടി പോയി, ഇവൻ അതുപോലെ എഫോർട്ട് ഇട്ടു, പക്ഷെ ഇന്ന് മാർക്ക് കിട്ടില്ല. ഏതൊരു അമ്മയ്ക്കായാലും ഒരു വിഷമം തന്നെയാണ്. പക്ഷെ എന്റെ കുഞ്ഞിനും കഴിവുണ്ട്, അവൻ അതിലായിരിക്കില്ല, വേറെ ഏരിയയിലായിരിക്കും അവന്റെ കഴിവ്. ഏതാണോ കഴിവ്, അങ്ങനെ ചിലപ്പോൾ കാണും ലാംഗ്വേജസ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പഠിക്കുന്ന പിള്ളേരുണ്ട്, പക്ഷെ അവർക്ക് എഞ്ചിനീയറിംഗ് വിടാൻ ശ്രമിക്കും പേരൻസ്. അപ്പൊ അവന്റെ ഏരിയയും അല്ല അത്. പക്ഷെ ലാംഗ്വേജിനൊക്കെ ഇപ്പൊ ആലോചിച്ചൊക്കെ ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന കാലം പോലെ അല്ല. ഇപ്പൊ വേൾഡ് ഇസ് വൈഡ് ഓപ്പൺ, പോസിബിലിറ്റീസ് ഇഷ്ടം മാതിരിയാണ്. അപ്പൊ അങ്ങനെയുള്ള വാസനയുള്ള കുഞ്ഞ് ആ വാസനയ്ക്ക് അവന്റെ വിധമാണ്. നമ്മൾ അവനെ പിടിച്ച് എഞ്ചിനീയറിംഗ് ഒക്കെ ആക്കി കഴിയുന്നതാണ്. ഇതുപോലെ അവൻ ആ ലോഡും താങ്ങാൻ പറ്റത്തില്ല, അവന് മനസ്സിലാകത്തുമില്ല. അപ്പോഴേക്കും അവൻ ഡിപ്രഷനും അങ്ങനത്തെ ഇതിലോട്ട് പോകും. അവനെ കൊണ്ട് പറ്റാത്ത, അവന്റെ മനസ്സിൽ പോകേണ്ടത് അമ്മയ്ക്ക് ഇതാണ് വേണ്ടത്, ഞാൻ ശ്രമിക്കണം, ഈ ശ്രമിച്ചിട്ട് അവനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും നമ്മുടെ പിള്ളേരുടെ സ്പിരിറ്റിനെ ശരിക്കും നമ്മൾ ബ്രേക്ക് ചെയ്യുക. നമ്മുടെ കുട്ടികളുടെ കുഞ്ഞു പ്രായത്തിന് ആവശ്യം നമ്മൾ ഈ പറഞ്ഞ രീതിക്കല്ലെങ്കിൽ ഈ പറഞ്ഞ വിഷയം അവനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, സോഷ്യലൈസ് ചെയ്ത് വരുന്നതിന്റെ ഭാഗമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ജനറ്റിക്കലായിരിക്കും. ഇങ്ങനെയുള്ള കുറേ വാശി കാണിക്കുന്ന കുട്ടികൾ കരയെ കിടന്ന് ഉരുണ്ട് ബഹളം വെച്ച് അച്ഛനും അമ്മയ്ക്കും അതിന്റെ ചുറ്റുമുള്ളവർക്ക് വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ എത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഡോക്ടർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിനെ എങ്ങനെയാണ് ഡോക്ടർ ഹാൻഡിൽ ചെയ്യുന്നത്? അവരെ അത് ഒട്ടും ചെറിയ കാര്യമല്ല, അത് മാറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പൊ അതെങ്ങനെയാണ്? അത് നമ്മൾ യൂഷ്വലി കണ്ടുവരുന്നത് 2 വയസ്സ് 3 വയസ്സൊക്കെ അതിന് മുന്നേയും കാണാറുണ്ട്. യൂഷ്വലി ആ ഒരു പ്രായത്തിലാണ്. അപ്പൊ നമ്മളെടുത്ത് അവർ വരുമ്പോഴത്തേക്ക് മുഴുകന്യ അവസ്ഥയിലൊക്കെ പറഞ്ഞവർ വരുന്നത്. അപ്പൊ നമ്മൾ മുളയിലെ നുള്ളിക്കളയെന്നൊക്കെ പറയില്ലേ തുടക്കത്തിലെ, ആ ആരംഭത്തിലേ നമ്മൾ ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ ഒരു നല്ല രീതിക്ക് ഇത് മാറും. പക്ഷെ നല്ല ഹാൻഡ്രോ വരുന്ന കുഞ്ഞ് വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി അവർക്ക് മോളിലോ കടയിലോ പോവാണ്, കുഞ്ഞൊരു സാധനം ചോദിച്ചോ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ നേരത്തെ വീടിന്റെ ബഹളം വെക്കില്ല, എല്ലാവരും ചുറ്റുമുള്ളവരെ വളർത്തി വെച്ചിരുന്ന കണ്ടില്ലേ. അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ എന്ത് ചെയ്യും, ആ ബഹളം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് വാങ്ങിക്കൊടുക്കും. പിന്നെ തൊഴിലും അത് തന്നെ അവൻ അടുത്ത പ്രാവശ്യം അതിനപ്പുറം ബഹളം ഉണ്ടാക്കും. നമുക്ക് ബേസിക്കലി നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ നമ്മൾ 3 കാര്യങ്ങൾ ആലോചിക്കുക. നമുക്കൊരു ടാൻഡ്രം ബിഹേവിയർ വന്നെങ്കിൽ അതിന് മുമ്പേ എന്തോ ഒരു കാര്യം പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്, ആന്റിസിപ്പേഷൻ. അത്രയും നമ്മുടെ ബിഹേവിയർ വരും. ആ ബിഹേവിയറിന്റെ കോൺസിക്വൻസ് ABC എന്ന് നമ്മൾ പറയും. അപ്പൊ ആന്റിസിപ്പേഷൻ കുട്ടി അവന്റെ കൂടെ ഉള്ള ഫ്രണ്ടിന്റെ കയ്യിൽ ലോളിപോപ്പ്. അപ്പൊ ബിഹേവിയർ എന്താ, അവനത് തട്ടിപ്പറിച്ചു. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞില്ല, ശരിയല്ല എന്ന് പറഞ്ഞു. നിരത്ത് കിടന്ന് ഉരുണ്ടു ബഹളം വെച്ചു. അമ്മ എന്ത് ചെയ്യുന്നു, വേഗം പോയി കടയിൽ വേറെ ലോളിപോപ്പ് ഒന്ന് വെച്ചു കൊടുത്തു. അപ്പം ആ ഒരു അവന് കിട്ടുന്ന ഇതെന്താണ്, അവന്റെ തെറ്റല്ലാതെ അവൻ വിചാരിക്കുന്നത് ഈ ഒരു ബിഹേവിയർ ആണ് അക്സെപ്റ്റബിൾ. ഞാൻ ഈ കിടന്ന് നിലത്ത് കിടന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾ വിട്ടുകൊടുത്തു. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത്, അമ്മ കൊടുക്കുന്നില്ല, ഉടനെ അച്ഛൻ കടയിൽ പോയിട്ട് വാങ്ങിച്ചു കൊടുക്കുകയാണ്. അവിടെ പിന്നെ അമ്മ പറഞ്ഞ എപ്പോഴും അവിടെ പറഞ്ഞ അച്ഛനത്ത് കിടന്നുകൊണ്ട് ശരി, അമ്മയാവാം അപ്പനാവാം. നമ്മൾ മിക്കപ്പോഴും വരില്ലേ, നമ്മുടെ കുട്ടികളത് ഭയങ്കര സ്ട്രിക്റ്റ് ആവും. അമ്മ അപ്പനും ആകുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ലീനിയന്റ് ആവും, പക്ഷെ നമ്മൾക്ക് അത് ശരിയല്ല. അപ്പൊ ഈ സിവിയർ ആൻഡ്രോ ബിഹേവിയർ വരുന്നത് ബെസ്റ്റ് തിങ് ഇസ് നമ്മൾ പറഞ്ഞത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ഇഗ്നോർ ചെയ്യുക. ഇത് അവൻ അവിടെ കിടന്ന് കരഞ്ഞ് തല്ലി ബഹളം വെച്ചാല്, ഇപ്പൊ ഒരു കടയിലാണെങ്കിൽ തൂക്കിയെടുത്തവനെ വണ്ടിക്കാത്തില്ല, അവിടെ കിടന്ന് അവന്റെ അരയും ബഹളം വെക്കും. പക്ഷെ ശ്രദ്ധിക്കരുത് നമ്മള്. പക്ഷെ അവന് ഡേഞ്ചറസ് ആയിട്ടുള്ളൊന്നും കാര്യം നമ്മളിപ്പോ നിരത്തി കിടന്ന് വിൽക്കുകയാണ്, അടുത്ത് കസേരാണെങ്കിലും അവർ ദേഹത്തോടുകയും അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് സേഫ് ആണോ എന്ന് നോക്കും. പക്ഷെ ടോപ്പിനെ വിട്ട് അവൻ കരഞ്ഞ് തീർത്ത് കുറെ കഴിയുമ്പോൾ അവൻ വരുന്നു, ഇങ്ങനൊരു സംഭവം നടന്നേ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെയും കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഒരു സമയത്ത് അവനെ നല്ല രീതിയിൽ നമുക്ക് കുഞ്ഞു കുട്ടികളടുത്തും നമ്മൾ കൗൺസിൽ ചെയ്യാൻ ഒത്തില്ല, അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ
ആ പേരന്റ് ഇത് അവൻ മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല. അടുത്ത പ്രാവശ്യം അവൻ കരയാതെ തന്നെ നമ്മുടെ സാധനം അവന് കൊടുക്കുക. ഇപ്പൊ ടി വി റിമോട്ട് നമുക്കത് കൊടുക്കാൻ പറ്റില്ല, എത്ര കരഞ്ഞാൽ നമ്മൾ കൊടുക്കില്ല. പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞ് അമ്മ എനിക്ക് വിശക്കുന്ന ബിസ്ക്കറ്റ് നമ്മൾ ഉടനെ തന്നെ അത് കൊടുക്കും. പിന്നെ ഒരു സമയത്ത് അവൻ വാശി പിടിക്കാതെ നമ്മൾക്ക് വന്നൊരു കാര്യം ചെയ്താൽ മോനിന് വാശി ഒന്നും പിടിച്ചില്ല, നട്ടപ്പോഴും പോയാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക, ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മൾ ചെയ്തു കൊടുത്തേ അങ്ങനെ പതുക്കെ പതുക്കെ അവന് മനസ്സിലാവണം ഞാൻ നല്ല ബിഹേവിയർ ചെയ്താൽ എൻ്റെ അമ്മ എന്നെ പോസിറ്റീവായിട്ട് ഒരുപാട് എനിക്ക് റെസ്പോണ്ട് വരും, നെഗറ്റീവായിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അമ്മ നോക്കിയില്ല. ഇനിഷ്യലി നമ്മളത് നോക്കുമ്പോൾ വലിയ കാന്തം വരും, നന്നായിട്ട് കാണിക്കും. കാരണം അവൻ ആ ചെയ്യുന്നതിന് കുറെ കൂടെ കാണിക്കും ഗെറ്റ് അറ്റൻഷൻ. പക്ഷെ അമ്മ അച്ഛൻ പൂർവ്വമായിട്ട് നിന്നാലേ നമുക്ക് ആ സൈക്കിള് ബ്രേക്ക് ചെയ്യാം. കുട്ടികൾ വാശി കാണിക്കുന്ന ഒരു പ്രായം അങ്ങനെ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മൾ കുട്ടികൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് പ്രാരംഭഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നത് ഏതാന്നുള്ളതില്ലേ. നമ്മളില്ലേ ഇപ്പം ഈ കുഞ്ഞു കുട്ടികൾ തന്നെ അവർക്ക് ആ വയലൻസ് വരുന്ന എങ്ങനെയാന്ന് വെച്ചാല് കുറെ കാര്യങ്ങൾ പറയും. എല്ലാം 100% ശരിയാവുന്നില്ല. എന്നാലും നമ്മൾ ആദ്യം ഒരു കുട്ടി ഒരു വയലന്റ് മൂവി കാണുമ്പോഴേ അവനത് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുന്നു എനിക്കാ. പക്ഷെ വീണ്ടും അവനൊരു വീണ്ടും വയലന്റ് മൂവി കാണുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാവും ഇതാണ് നോർമൽ, ഇതാണ് ശരി. അത് ഇംപ്രിന്റ് ചെയ്യുക നമ്മുടെ മനസ്സിൽ. പിന്നെ അവന് ആ ഒരു ശീലം വരുമ്പോൾ അവനത് നോർമലായിട്ട് തോന്നും. ഇപ്പൊ നേരത്തെ അശ്വതി പറഞ്ഞ പോലെ ഹീറോസ് സ്മോക്ക് ചെയ്യുന്നു, ഹീറോസ് ഡ്രിങ്ക് ചെയ്യുന്നു. അപ്പം ഇപ്പം മൂവീസിലൊക്കെ അവരൊക്കെയാണ് ഇവരുടെ ഹീറോസ് ചെയ്യുമ്പോഴാണ് ഈ കുട്ടികൾ വരുന്നത്. അതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുഞ്ഞിലേ മുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ പണ്ടൊക്കെ നമ്മള് കമ്പ്യൂട്ടറൊക്കെ കോമൺ ഏരിയസിൽ എടുക്കുള്ളൂ. നമ്മള് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മുടെ കണ്ണ് പഠിക്കും. അതിന് ലിമിറ്റഡ് ടൈം കൊടുക്കുക. പിന്നെ ഇപ്പോഴത്തെ ഇതിൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പലപ്പോഴും ഇപ്പോഴൊരു ട്യൂഷൻ പോയി തുടങ്ങുമ്പോഴാണ് പേരൻസ് ഫോൺ കൊടുക്കുന്നത്. ആൻഡ്രോയിഡ് ഫോൺ കൊടുക്കാതെ ബേസ് ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ മതി. ഒരു ഇൻകമിങ് കോൾ വരുന്നു, ഔട്ട് ഗോയിങ് കോൾ വരുന്നു, അങ്ങനത്തെ ഫെസിലിറ്റി ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ മതി. ട്യൂഷൻ പോകുമ്പോഴേ നമുക്ക് ആ ഒരു ഇഷ്യൂ വരിക. എനിക്ക് ആൻഡ്രോയിഡ് ഫോണൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നേരത്തെ ആക്ച്വലി പറഞ്ഞ് എന്ത് വേണോ ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാം. അവിടെയാണ് ഞാൻ പറഞ്ഞ ലീഗൽ സിസ്റ്റം. നമുക്ക് അവിടേക്ക് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു ഇങ്ങനത്തെ വയലന്റ് മൂവീസോ അല്ലെ എന്തെങ്കിലും രീതിയിൽ നമുക്കതൊന്ന് കേർവ് ചെയ്യാൻ പറ്റൂലേ പിള്ളേർക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഈ മാർക്കോ ഞാൻ എടുത്ത് പറയണമെന്നേ ഉള്ളൂ. തിയേറ്ററിൽ പോയി കണ്ടില്ല, പക്ഷെ അവന് ഫ്രണ്ട്സ് ഡൗൺലോഡ് ചെയ്ത് കാണിക്കുകയാണ്, അപ്പൊ നമ്മൾ കാണുവാണ്. അവിടെയൊക്കെ നമുക്ക് യൂട്യൂബിലേക്ക് ഒരു ഇത് വെക്കാൻ പറ്റൂലേ, ലീഗലി നമുക്കത് ചെയ്തൂലേ അവിടെയൊക്കെ. കാരണം ആ വയലൻസ് പിന്നെ നാച്ചുറലി പറഞ്ഞോളൂ നമുക്ക് എങ്ങനെ തുടക്കത്തിലേ കാണാൻ പറ്റും. ഒരു കാര്യം അവർ പറയുന്നത് ഈ മൃഗങ്ങളോട് കൂടുതൽ കാണിക്കൂലേ കുഞ്ഞുങ്ങള്, അത് ഇത് സപ്പോസ് ടു ബി എ ഫോറെന്ന്. ചിലവർ ഈ പൂച്ചയുടെയൊക്കെ വാലൊക്കെ വെച്ചിട്ടെല്ലാം കാണിക്കുന്ന അറിയ കുട്ടികൾ. അപ്പൊ അവര് ഒരു മൃഗത്തിന്റെ തലത്തിൽ തുടങ്ങുകയാണ്. ആ മൃഗത്തിന്റെ വേദന വിളി കാണുമ്പോഴത്തേക്ക് ഇതിനൊരു സന്തോഷം വരിക. അതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു അണ്ടർലൈൻ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ തന്നെ ഒരു ഫോറന്നർ ആയിരിക്കാം. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എന്താ പറയുക ഞാൻ ജെനറ്റിക്സ് എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ. പക്ഷെ അവിടെ വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല. നമുക്ക് അവിടെ വെച്ച് ആസ് എർലി ആസ് പോസിബിൾ നമ്മൾ പിക്കപ്പ് ചെയ്യാണ്, മെഡിറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്, തെറപ്പി സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ കുട്ടികളെ ഇങ്ങനെ വിഷയങ്ങൾ വന്നപ്പോഴത്തേക്ക് കുട്ടികളെ ആനിമൽസിനെ പെറ്റിനെ വളർത്തി അത് ശീലിക്കുക, അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന എന്നുള്ള രീതിയാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇപ്പൊ ഈ സിനിമയുടെ കാര്യത്തിലേക്ക് വന്നത് ചോദിക്കാനാണ്. ഇപ്പം മാർക്കോ മാത്രമല്ല, മാർക്കോ മലയാളത്തിൽ ഇറങ്ങിയ ഒരു ചിത്രം. ഇപ്പൊ പൊതുവെ ഈ അടുത്തിറങ്ങിയ ഒരു ചിത്രം ആയതുകൊണ്ട് മാർക്കോയെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഇപ്പൊ മലയാളത്തിൽ വയലൻസ് മറ്റുള്ള ഭാഷകളിലും വയലൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ മലയാള സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് അതെന്തുകൊണ്ടാണ് കുട്ടികൾ മാർക്കോയുടെ കേസ് മാത്രമല്ല പുഷ്പത്തോടെ മലയാളം ചില രാജ്യം ഇപ്പോ മാർക്കോയെ കുറിച്ച് ഞാൻ പറയുന്നത് ചോദിക്കാം. ഇപ്പൊ മലയാള സിനിമ മാത്രമല്ല, ഇപ്പൊ മാർക്കോ ഈ അടുത്തിറങ്ങിയതായതുകൊണ്ട് നമ്മൾ മാർക്കോയെ കുറിച്ച് അറിയാം. മലയാള സിനിമ മാത്രമല്ല മറ്റുള്ള ഭാഷകളിലും വയലൻസ് ഒരുപാട് ഇതിനേക്കാൾ അധികം കാണിക്കുന്നുണ്ട്. പക്ഷെ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ കുട്ടികൾ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് അംഗീകരിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഞാൻ കുറച്ചും കൂടെ വായിക്കണം. പക്ഷെ പൊതുവെ
വയലൻസ് ഇപ്പൊ ഇംഗ്ലീഷ് മൂവീസിൽ ഒത്തിരി വയലൻസ് ഉള്ള മൂവീസ് ഉണ്ട്. വയലൻസ് മൂവീസ് പൊതുവെ എല്ലാം തന്നെ നെഗറ്റീവായിട്ട് വരുള്ളൂ. ഇത് മലയാളത്തിൽ വരുമ്പോൾ ചിലപ്പോൾ അവരുടെ കഥാവിനെ കുറച്ചും കൂടെ കൂടുതലായിട്ട് തോന്നുമായിരിക്കും അവരുടെ ഭാഷയിൽ വരുന്നതാണ്. മലയാളത്തിൽ മാത്രമല്ല വയലൻസ് ഉള്ള, ഈ പറഞ്ഞ മാതിരി ഒരുപാട് ഇംഗ്ലീഷ് മൂവീസിലും വളരെയധികം വയലൻസ് ഉള്ള മൂവീസ് ഉണ്ട്. പക്ഷെ അത് എനിക്കിതിൽ ഒരു സപ്പോസ് ഞാൻ കൊച്ച് വയലൻ മൂവി കണ്ടാലും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതിനും ഇതൊന്നും നോർമൽ ലൈഫിലുള്ള കാര്യങ്ങളല്ല, കഥയാണ്. എസ്പെഷ്യലി ഈ ഇപ്പം ലവ് അഫെയർസ് കുട്ടികൾ തമ്മിൽ വരുമ്പോൾ അവർക്ക് ആ ഒരു റിജക്ഷൻ എടുക്കാനേ പറ്റുന്നില്ല കുട്ടികൾക്ക്. അത് ഈ സിനിമ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒത്തിരി സിനിമകൾ കാണുമ്പോൾ നമ്മൾ സിനിമയാണ് ജീവിതം എന്ന് വിചാരിക്കാൻ പാടില്ല. അത് ആസ് പേരൻസ്, ആസ് ടീച്ചേഴ്സിനോട് വലിയ റോളുണ്ട്. കാരണം ഈ കുഞ്ഞു കുട്ടികളുടെ ഈ പ്രൈമറി സ്കൂളിൽ അവർക്ക് ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറിന് അപ്പുറം വേറെ ആളില്ല. പേരൻസിനെക്കാളും കേൾക്കുന്ന ടീച്ചേഴ്സിനെയാണ്. പിന്നെ അവർ വലുതാകുമ്പോഴാണ് പിയേഴ്സ് വരിക. ഒരു അഡോളസന്റ് പ്രായത്തിൽ കാണും ടീച്ചേഴ്സിനും പേരൻസിനെക്കാട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പിയേഴ്സാണ്. കൂടെയുള്ള കുട്ടി എന്ത് പറയണം, നമുക്കപ്പോൾ പേരൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു പിന്നി ഇയേഴ്സ് ഉണ്ട്, ഫോർമേറ്റീവ് ഇയേഴ്സ് ഉണ്ട്, പ്രീ പ്രൈമറി. ആ ഒരു സമയത്തേക്കാണ് നമുക്ക് നന്നായിട്ട് അവരെ നോക്കിയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ടീച്ചേഴ്സ് വലിയൊരു റോളുണ്ട്. അപ്പൊ അവിടെ ഈ വീഡിയോ കാണുന്നതൊന്നും റിയൽ ലൈഫ് അല്ല എന്ന് നമ്മൾ ആദ്യമേ അവരെ കുട്ടിയൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഒരാളോട് നമുക്ക് ഇഷ്ടം തോന്നി, അയാൾക്ക് നമ്മളോട് അതുപോലെ തോന്നുന്നുണ്ട്, ആരും നിർബന്ധിക്കാൻ ഒക്കില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഒരു കുട്ടിയെ ഇപ്പൊ ഇഷ്ടപ്പെട്ടാൽ ആ കുട്ടി തിരിച്ച് ഇഷ്ടപ്പെടണമെന്നില്ല. ആ ഒരു റിജക്ഷൻ എടുക്കാനുള്ള സ്ട്രെങ്ത് നമുക്ക് മനസ്സിലുണ്ടാവണം. നമുക്ക് ആരെയും നിർബന്ധിക്കാൻ ഒക്കില്ല തിരിച്ചിഷ്ടപ്പെടാൻ, അല്ലേ? ആ പിന്നെ കുഞ്ഞിലെയുള്ള ഇഷ്ടങ്ങളൊക്കെ നമ്മളിപ്പോൾ അറിയാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിനെക്കാട്ടിൽ നീ ഇപ്പൊ പഠിക്കുന്ന കാലമാണ്. ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും നോർമലി വരും, ഹോർമോൺ രീതിയും എല്ലാം വരുമ്പോൾ ആ ഒരു ഇത് വരും. അതിന് ആ ഒരു രീതി കാണുന്ന ആ ഒരു രീതി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ഇമ്പോർട്ടൻസ് വലിയൊരു ഇത് കൊടുക്കാറ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഇത് സിനിമയിൽ കാണുന്ന പോലത്തെ എല്ലാ ജീവിതങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് പേരൻസും ടീച്ചേഴ്സും ആണ്. ആ കാണുന്ന എല്ലാ പിള്ളേരും അനുകരിക്കറിയോ. ഇപ്പം നമ്മുടെ ഇപ്പൊ ടീച്ചേഴ്സിലേക്ക് വന്നാലും ടീച്ചേഴ്സ് നമ്മളൊക്കെ ആ ഒരു അത് കടന്ന് തന്നെയാണല്ലോ വന്നത്. ഇപ്പൊ പഠിക്കുന്ന സമയത്ത് ഇപ്പം കുറെയൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കുട്ടികളെ പലതിൻ്റെ പേരിലും കളിയാക്കുന്ന ടീച്ചേഴ്സ് നമുക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കടന്നു അപ്പം അതൊക്കെ ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ ചെല്ലാൻ നിന്നാലും നമ്മുടെ കോൺഫിഡൻസിന് കളയുന്ന സംഭവങ്ങളാണ്. ഞാൻ ശരിയാവുമോ, അല്ലെങ്കിൽ ആ ഒരു പരിപാടിക്ക് ഞാൻ ശരിയാവുമോ, ഇങ്ങനെയുള്ള തോട്ട് കുട്ടികളുടെ ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഈ ചില കളിയാക്കലുകളില്ലേ, ടീച്ചേഴ്സിന്റെ കാര്യം അല്ലാണ്ട് പറയാം, കുഞ്ഞുനാളിലെ പലതിന്റെ രൂപത്തിന്റെ പേരിലൊക്കെ കുട്ടികളെ കളിയാക്കുന്നില്ല. ഈ കളിയാക്കലുകൾ ഇപ്പൊ നാളെ അവർ തെറ്റ് ചെയ്യാൻ അവർ കുറ്റം ചെയ്തിട്ടാണ് അവനെ കുറ്റപ്പെടുത്തുന്നതെങ്കിലും അവന്റെ മൈൻഡിൽ ഞാൻ അതായത് എന്റെ രൂപം ഇതായതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ കളിയാക്കുന്നത്, എന്നെ ഇവർ ശാസിക്കുന്നത്. അതായത് അവൻ ചെയ്ത തെറ്റിനെ അവൻ മറന്നിട്ട് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണോ എന്നെ ഇവരിങ്ങനെ എപ്പോഴും എന്നോട് ദേഷ്യപ്പെടുന്നത്, ഇങ്ങനെ ഉള്ള ടെൻഡൻസി കുട്ടികളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് ചോദിക്കാറുണ്ട്, ഈ സ്കൂളുകളിലെ കൗൺസിലിംഗ് തസ്തികകൾ, കൗൺസിലിംഗ് ഓഫീസർ ഒരു ടീച്ചർ അവിടെ ഉണ്ടാവും. പക്ഷെ ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ അങ്ങനെ ഒരാള് കുട്ടികളെ അധികം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ ആ ഒരു തസ്തിക വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൗൺസിലേഴ്സ് നമ്മളോട് ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അശ്വതി പറഞ്ഞത് ഇപ്പം ചില സ്കൂളിലൊക്കെ 8000 പിള്ളേർക്ക് ഒരു കൗൺസിലറാണ്. അതൊന്നും കൗൺസിലേഴ്സ് വേണം. കാരണം പിള്ളേർക്ക് ചില കാര്യങ്ങള് വീട്ടിൽ പോയി ചിലപ്പോൾ പറയാൻ പറ്റത്തില്ലായിരിക്കും. പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ടീച്ചേഴ്സിനൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കൗൺസിലർ ആണെങ്കിൽ, എസ്പെഷ്യലി ഞാൻ പോയപ്പോൾ ഒരു ബോയ്സ് സ്കൂളിലായിരുന്നു പോയത്, അവിടെ അവർക്ക് എത്ര തപ്പിയിട്ട് ഒരു മെയിൽ കൗൺസിലറിനെ കിട്ടിയില്ല. അവസാനം ജാമ്യമായിട്ടുള്ള ഒരു ഫീമെയിൽ കൗൺസിലറാണ് വന്നത്. പക്ഷെ 2 ആഴ്ചയ്ക്ക് ആ കുട്ടിയുടെ എല്ലാം കയ്യെടുക്കുന്നതാണ്. അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ട്. അപ്പൊ എന്തുവാണ് ഏറ്റവും ഈ എന്താ പറയാ, ഈ ഉണ്ടായിരുന്നിരുന്ന പയ്യൻ പോലും എന്തെങ്കിലും ചോദിച്ചു ചേച്ചിയോട് ചോദിച്ചിട്ട് പറയാം. അപ്പൊ ആ രീതിക്ക് നമ്മുടെ ഈ പിള്ളേരെ നമുക്ക് ആ ഒരു മനസ്സുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പിള്ളേരെ കയ്യിലെടുക്കാറുണ്ടല്ല, കയ്യിലെടുത്ത് വെച്ച് റൈറ്റ് വേർഡ്. അവർക്ക് എന്തെങ്കിലും എനിക്ക് ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി നോൺ ജഡ്ജ്മെന്റിലാണ്, ചേച്ചി എന്നെ കുറ്റം പറയില്ല, ചേച്ചി എനിക്ക് അതിനുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യം, ആ ഒരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ഒരു വഴിക്ക് പോകും. ഞാൻ ഇപ്പം നമ്മൾ പഠിച്ചു പെൺകുട്ടികൾക്ക് പൊതുവെ പീരിയഡ്സ് ഹൈജീനെ കുറിച്ചിട്ട് കൗൺസിലിംഗ് കൊടുക്കും, ബോധവൽക്കരണം.
അല്ലെങ്കിൽ മൊത്തത്തിൽ ലഹരി വ്യാപനത്തെ കുറിച്ചിട്ട് കൊടുക്കും. ആൺകുട്ടികളുടെ സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ അന്വേഷിച്ചപ്പോൾ പലരും അവർക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടേ ഇല്ല. അപ്പം നമ്മുടെ സ്കൂളുകളുടെ സിസ്റ്റം തന്നെ മാറേണ്ടതില്ലേ ഇങ്ങനെ കുട്ടികളുടെ മെന്റൽ സ്റ്റേറ്റിനെ അഡ്രസ് ചെയ്യുന്ന വിധത്തിൽ. കാരണം ഓരോരുത്തരെ രൂപപ്പെടുത്തി എടുക്കുന്നതാണ്. നാളെ വീണ്ടും കുറെ ക്രിമിനലുകളെന്ന് വിളിക്കാൻ വേണ്ടി കുട്ടികളെ മാറ്റിയെടുക്കുന്നതിനെക്കാട്ടും ഏറ്റവും ബേസിൽ അത് തുടങ്ങുന്നത് തന്നെയാണ്. ഒരു അങ്ങനെ സ്കൂൾ സിസ്റ്റത്തിൽ എന്ത് മാറ്റം വരുത്തണം മാറ്റത്തിനേക്കാളേറെ ഇപ്പൊ കുറെ ടീച്ചേഴ്സ് നമ്മുടെ സ്കൂളിലൊക്കെ പോയപ്പോ അവർക്കൊക്കെ കുറേക്കൊക്കെ താല്പര്യമുണ്ട് നമ്മൾ എങ്ങനെ മാറ്റാം ഏത് രീതി. അപ്പൊ അങ്ങനത്തെ താല്പര്യമുള്ള ആളുകൾ വേണം. നമുക്കിപ്പോ കൗൺസിലിംഗ് സെഷൻസ് കൊടുക്കുകയാണ്. എങ്ങനെ നമുക്ക് ഇതിനെ ഏർലി കണ്ടുപിടിക്കാം, എന്തൊക്കെയായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ. നമ്മളിപ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കുവാണെങ്കിൽ നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന എല്ലാവരും പ്രോബ്ലം ആവണമെന്നില്ല. പക്ഷെ തിങ്സ് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കും, നമ്മൾ ആദ്യമേ ഇന്റർവ്യൂ ചെയ്തത് പ്രശ്നമാവുന്നതിന് മുന്നേ വരെ. ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ്. പക്ഷെ ഇപ്പോൾ ഉള്ള കുട്ടികൾക്കും പ്രശ്നമുള്ള കുട്ടികൾക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാം. നമുക്ക് ആ ലെവലിൽ ചെയ്യാം. ആ ലെവലിലാകുമ്പോൾ സൈക്കോളജി, സൈക്കാട്രി ആ ലെവലിൽ താഴേന്ന് വരുവാണെങ്കിൽ നമുക്ക് കുറെ ബിഹേവിയർ മോഡിഫിക്കേഷൻ, പേരന്റൽ കൗൺസിലിംഗ് അങ്ങനത്തെ ആ ഒരു രീതിയിൽ നമുക്ക് താഴേനെ അവരെ മുകൾ രീതിയിൽ കൊണ്ടുവരാം. സ്കൂൾ കൗൺസിലേഴ്സ് വേണം, ഡെഫിനറ്റ്ലി വേണം. സ്കൂൾ കൗൺസിലേഴ്സ് മാത്രം വരെ അവർ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിക്ക് പ്രവർത്തിക്കേണ്ടത്. പിയർ ഗ്രൂപ്പിന്റെ കേസ് ഉണ്ട്. കഴിഞ്ഞ അനുഭവിച്ചൊക്കെ പണ്ടെന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ട് ഒരുപാട് കാരണം ഒരു ഗ്രൂപ്പിനിടയിലാണ് അവരെപ്പോഴും. ഇപ്പൊ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള പണ്ടത്തെ പോലെയല്ല, അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിർത്തി. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ കുട്ടികളുടെ ഒരു എന്താ പറയാ സോഷ്യലൈസേഷൻ നടക്കുന്നത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അന്ന് അവര് വ്യക്തി മുമ്പത്തെ കാലത്തും ഇപ്പോ ആക്രമണങ്ങൾ കൂടുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ ഇൻവോൾവ് ആവുന്ന കേസുകൾ കൂടുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ടുള്ള ഇതില്ലാത്തത് കൊണ്ടാണ് തന്നെ പറയാം. ആ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് തന്നെ പറയാം. ഇപ്പൊ ഫോണായിരിക്കും കൂടുതൽ. ഫോണിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലുതാണ്. കാരണം അതെല്ലാം കൂടെ എന്താണ് ആഗ്രഹിക്കുമ്പോൾ ഇതിലൊന്നും കറക്റ്റ് എന്ത് രീതിയിലേക്ക് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മള് നമ്മുടെ പിള്ളേർ ഫോൺ കാണരുത്, ടി വി കാണരുത് നമ്മൾ പറയും, കറക്റ്റ്. പക്ഷെ ആ ഫോൺ കാണരുത്, ടി വി കാണുന്ന പറഞ്ഞ സമയം ഇവർ എന്ത് ചെയ്യും? അതാണ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണ്ടത്. അപ്പൊ എന്റെ മനസ്സിലൂടെ പോയ നമ്മുടെ ഒരുപാട് റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. അവർക്ക് മനസ്സിൽ വെച്ചാൽ ടീം ക്ലബ്സ് പോലെ ഉണ്ടാക്കാം. ടീം ക്ലബ്സ് എന്ന് പറഞ്ഞാൽ 10 തൊട്ട് 19 വരെ വയസ്സിലെത്തിക്കുന്നുണ്ട് ഒരു ക്ലബ്ബ് പോലെ പണ്ട് നമ്മൾ ചെയ്യുമായിരുന്നു. അപ്പൊ അതിനകത്ത് പഠിപ്പിക്കലൊന്നുമല്ല, ഈ ഉപദേശവുമല്ല. അവർ വരുന്നു, അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ഫങ്ഷൻസ് വെക്കുന്നു, കോമ്പറ്റീഷൻസ് വെക്കുന്നു. പിന്നെ തുറസായ സ്ഥലങ്ങൾ ഇപ്പം എവിടെയാണ് ഗ്രൗണ്ട് ഉള്ളത് പിള്ളേർക്ക് ഓടി കളിക്കാൻ? എല്ലാവരും ബിൽഡിങ്സും ഒക്കെ അല്ലേ. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു ഗ്രൗണ്ടോ എന്തെങ്കിലും പിള്ളേർക്ക് കളിക്കാം. ഗ്രൂപ്പായിട്ട് എപ്പോഴും ഗ്രൂപ്പ് ഗെയിംസ് ആണ് ഏറ്റവും നല്ലത്. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക, 10 പേർക്ക് വർത്താനം പറയുക. ഈ പിള്ളേർ ഈ ഫോൺ വെച്ചുകൊണ്ടിരിക്കുക, സോഷ്യൽ സ്കിൽസ് ഒന്നും തന്നെ കാണില്ല, എമ്പതി കാണില്ല. അതാണ് ഒരു സങ്കടം. എമ്പതി ഇസ് നോട്ട് സംതിങ് നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. കാരണം അവർക്ക് കാണുന്നില്ല. അവർ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അവർക്ക് കണ്ടുപിടിക്കാനുള്ള മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒത്തിരി ഉണ്ട്. അപ്പൊ എമ്പതി പോയി കഴിഞ്ഞാൽ സങ്കടം തോന്നും. സത്യം പറഞ്ഞാൽ അതൊരു സങ്കടകരമായ കാര്യമാണ്. എമ്പതി ഇസ് നോട്ട് സംതിങ് വിച്ച് യു ക്യാൻ ടീച്ച്. അതവർ കണ്ടുപിടിക്കും. അവർ കണ്ടുപിടിക്കുന്ന ഭയങ്കര ഒരു ഇതാണ്. നമ്മൾ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നമ്മൾ ആസ് പേരൻസ് നമുക്കൊരു വലിയ റോളുണ്ട്. നമ്മളിപ്പോ ചീത്ത പറയണ്ട, നീ ചീത്ത വാർത്തകൾ ഉപയോഗിക്കരുത്. നമുക്ക് ദേശീയപരം ആദ്യം നമ്മുടെ വായ ചീത്തയാണെന്ന് പറഞ്ഞാൽ അവനത് ഒരു കാലത്ത് ഉൾക്കൊള്ളാൻ. നമ്മൾ വേറൊരു ആള് വേദനയെ കിടക്കുകയാണ്, നമ്മള് ശ്രദ്ധിക്കാതെ പോയിട്ട് പിന്നെ അവനെ ഇങ്ങനെ ആർക്കെങ്കിലും വിഷമമാണ്, നീ സഹായിക്കണം. അവൻ വിചാരിക്കും അച്ഛനും അമ്മയും അത് ചെയ്യുന്നില്ല, അത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതൊരു ഭയങ്കര റോളാണ് പേരൻസിന് പ്ലേ ചെയ്യാനുള്ളത്. നമ്മളാണ് അവരുടെ റോൾ നോക്കുന്നത്. നമ്മളെ അവർ കോൺസ്റ്റന്റ്ലി ഒബ്സർവ് ചെയ്യുന്നത്. നമ്മുടെ കടയിൽ പോയി നമ്മൾ പറയില്ലേ, ഇപ്പൊ നമ്മുടെ വലിയ കുട്ടികളൊക്കെ പറഞ്ഞത്, നമുക്കൊരാളുടെ പെരുമാറ്റം അറിയണമെങ്കിൽ അവരുടെ താഴെയുള്ള ആളുകളെ എങ്ങനെയാ ചികിത്സിക്കുക. നമ്മളിത് ഹോട്ടലിൽ കയറി ഒരാൾ എങ്ങനെയാണ് ആ ബേററിനെ ഇങ്ങനെ വിളിക്കില്ല, അവിടെയും നമുക്കറിയാം ആ ഒരു റെസ്പെക്ട് ഇല്ലാത്ത. അപ്പൊ ആ ഇത് നമ്മളെ കോൺസ്റ്റന്റ്ലി നമ്മുടെ പിള്ളേർ വാച്ച് ചെയ്തിട്ട് നമ്മളെങ്ങനെ ഒരാളോട് താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തുമായിക്കോട്ടെ എന്തോ നമുക്ക് ചെയ്തു തന്നോട്ടെ. നമ്മളൊരു പ്രായമുള്ള ഒരാൾക്ക് നമ്മൾ സീറ്റ് മാറി കൊടുക്കും.
അങ്ങനെ ഇപ്പൊ എത്ര കുട്ടികൾ ചെയ്യും നമ്മൾ ബസ്സിലൊക്കെ കയറിക്കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയവർക്ക് അറിയാം. സങ്കടം തോന്നും കേട്ടോ, ഓരോന്നും ഇപ്പോഴും അങ്ങനെയില്ല. കാരണം അവർക്ക് ആ ഒരു അത് പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും കയ്യിലെടുത്തോണ്ടിരുന്നു പയ്യന്മാരെ പിന്നെ എഴുതിയേക്കുന്നതാണ് അവർക്ക് വെരി പെൺകുട്ടികൾ. പക്ഷെ അവർക്ക് അവരായിരിക്കും കുറച്ചും കൂടെ മനസ്സിലാക്കേണ്ടത് ആ പ്രഗ്നന്റ് സ്ത്രീ അല്ലെങ്കിൽ അമ്മയും കുഞ്ഞുമായിട്ട് കയ്യിലിരിക്കുന്നത്. അറിയില്ല, ആ എമ്പതി ഫാക്ടർ പൊതുവേ കുറവാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്തായിരുന്നു, നമ്മൾ എങ്ങനെ എമ്പതിയിലോട്ട് എത്തിയേ, നമ്മുടെ എങ്ങനെ ഈ കുട്ടികളിലേക്ക് അത്ര ടി വി കാണരുത് ഇത് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓൾട്ടർനേറ്റീവ് ഇത് നമ്മൾ കൊടുക്കണം. ഗെയിംസ് ആണ് ബെസ്റ്റ്, ഗ്രൂപ്പായിട്ടുള്ള ഗെയിംസ്. പേരൻസിന് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. പക്ഷെ പേരൻസ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു സമയമാണ്. പേരന്റ് ചിലപ്പോൾ കൊച്ചു സ്കൂളിൽ ചിലപ്പോൾ 3:30 എത്തും, അമ്മയും അച്ഛനും എത്തുമ്പോഴത്തേക്ക് 5 മണി 5:30 മണി. ആ ഒരു സമയത്തൊക്കെ പിള്ളേർ ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്ക് അൺസൂപ്പർവൈസ്ഡ് ആയിട്ടാണ് പോകുന്നത്. ആ സമയം അവിടെയൊക്കെ നമ്മൾ ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസോ കളികളോ, പിന്നെ അവർക്ക് കളിക്കാൻ സമയം കൊടുക്കണം. എല്ലാ ദിവസവും ട്യൂഷൻ, വീക്കെൻഡ്സ് എൻട്രൻസ് കോച്ചിങ്, എവിടെ കളിക്കാനായിട്ടുള്ളത് അവർക്ക് കളിക്കാൻ സമയം വേണം. കളിക്കണം, ആളുകളുമായിട്ട് ചെയ്യണം. അത് ഈ റെസിഡൻസ് അസോസിയേഷനൊക്കെ കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നു. ടീം ക്ലബ്സ് പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കോമ്പറ്റീഷൻ വയ്ക്കുക, ഇവന്റ്സ് വയ്ക്കുക, പേരൻസ് തന്നെ വേണമെങ്കിൽ 2-3 പേരൻസ് ക്ലബ് ചെയ്ത് ഇവരെ വേണമെങ്കിൽ ഔട്ടിങ് കൊടുക്കുക, സേവ് കുട്ടികളെ പഠിത്തം മാത്രം വെക്കാതിരുന്ന് ചെയ്യാം. അതൊക്കെ നടക്കാം. പേരൻസിനെ ഇനിയിപ്പോ നിലവിലെ പേരൻസിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെ അവർക്കത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. പിന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി നമ്മൾ കഴിക്കാനിരിക്കാനല്ലേ, നമ്മളിത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ തീർന്നു. അവിടെ തന്നെ നമ്മൾ പറയാൻ ഒരു വിലയില്ല. എനിക്കിപ്പോ വേറെ കാര്യം, ഇപ്പൊ സ്ക്രീൻ ടൈം കുറയ്ക്കണം എന്ന് പറയുന്നത് എങ്കിലും ചില ടൈമിൽ നമ്മൾ കാർട്ടൂൺസ് ഒക്കെ കുട്ടികൾക്ക് അവരുടെ ലാംഗ്വേജ് ഒക്കെ ഡീൽ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പൊ അതിനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യും. നമ്മൾ സാധാരണ 2 വയസ്സിന് താഴെ നോ സ്ക്രീൻ ടൈം ആണ്, അബ്സല്യൂട്ട്ലി നോ സ്ക്രീൻ ടൈം. അത് കഴിഞ്ഞാൽ 1/2 hour 1 hour വരെ നമ്മൾ പറയും. അതും ഒരു ഡെസിഗ്നേറ്റഡ് ടൈം. എഡ്യൂക്കേഷൻ വീഡിയോസ് അങ്ങനെ കുട്ടിക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ കാണും. പണ്ട് ഈ എന്താ പറയാ കാർട്ടൂണൊക്കെ ഭയങ്കര ഹൈ ഫ്രീക്വൻസി സംഭവങ്ങളല്ലേ. അത് സിനിമയിൽ കോൺസ്റ്റന്റ്ലി കാണുവാണെങ്കിൽ അവരുടെ വയറിൽ തന്നെ ബ്രെയിൻ കണക്ടിവിറ്റി തന്നെ അത് എഫക്ട് ചെയ്യും. അപ്പം ബിലോ 2 years ഇല്ലേ ഇല്ല. അത് കഴിഞ്ഞ് നമ്മളൊരു 1/2 hour to 1 hour നമ്മൾ വേണമെങ്കിൽ കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ 1/2 hour to 1 hour നിൽക്കണം. അതും കഴിഞ്ഞ് നിൽക്ക് പോയത് ഒരു കുട്ടി കുറ്റം ചെയ്തു കണ്ടുപിടിച്ചു. ചിലപ്പോൾ വലിയ തെറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ തെറ്റുകളായിരിക്കാം. പക്ഷെ അവനത് പിന്നെയും ആവർത്തിക്കാണ്ടിരിക്കാൻ ഉള്ള ശ്രമങ്ങളല്ലേ സത്യത്തിൽ നടത്തുന്നത്. പക്ഷെ പൊതുവെ കാണുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് സ്വീകാര്യമായിരിക്കണമെന്നില്ല. കാരണം ആ കുട്ടി ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കുന്നവർക്ക് ഈ പറയുന്നത് സ്വീകാര്യമായിരിക്കണമെന്നില്ല. പക്ഷെ അയാൾ പിന്നെ അത്തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതല്ലേ സമൂഹം ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ പൊതുവെ മൊത്തത്തിലേക്കൊരു വശത്തേക്ക് കുറ്റപ്പെടുത്തുമ്പോഴത്തേക്ക് അവര് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ടെൻഡൻസി അതായത് ആ കുഞ്ഞിനെ റീഹാബിലിറ്റേറ്റ് ചെയ്തെടുക്കുക. അത് പറ്റില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. എത്ര അങ്ങനെ നമ്മൾ വായിക്കാറുമുണ്ട് അങ്ങനെ ചെയ്തവരെ. പക്ഷെ അത് നമ്മൾ ഒരു മൾട്ടിപ്പിൾ ആളുകൾ അതിനകത്ത് ഇൻവോൾവ് ആവും. കുട്ടികളുടെ പേരൻസ് മാത്രമല്ല, സൊസൈറ്റി ആസ് ഓഫ് ഹോൾ, ലീഗൽ സിസ്റ്റം ആസ് ഓഫ് ഹോൾ. നമ്മൾ ഒരാൾ വിചാരിച്ചതൊന്നും നടക്കില്ല. പക്ഷെ അത് നടക്കണം. കാരണം ആ ഒരു കുറ്റം ചെയ്തത് കൊണ്ട് ആ കുഞ്ഞിന്റെ ജീവിതം പാഴായി പോകും. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഒരുപാട് പേര് അതിനകത്ത് സപ്പോർട്ട് മേടിക്കണം. സപ്പോർട്ട് കൊടുത്തില്ല കാരണം അതിന് ഏത് രീതി കഴിഞ്ഞാൽ കൊല്ലും. അപ്പൊ ആ സൊസൈറ്റി മൊത്തത്തിൽ ആ കുഞ്ഞിന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് കുഞ്ഞിനെ കൊണ്ടുകൊണ്ട് പറ്റും. നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പറ്റും. പിന്നെ നമ്മളിപ്പോ ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ കുറ്റം അതായത് അവിടെ ഏറെയാക്കപ്പെട്ട എന്റെ കുടുംബത്തെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. അതായത് ആ ആളില്ലാണ്ടായ അല്ലെങ്കിൽ ആ ആൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം എങ്ങനെ ജീവിക്കും, അവരുടെ വിഷമങ്ങൾ, ഇതൊന്നും ചെറിയ കാര്യമാണെന്നല്ല, ഇതിനൊക്കെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ഈ അതായത് കുറ്റവാളിയുടെ കുടുംബം, അതായത് ഈ കുറ്റം ചെയ്ത ആള് ഇതിൽ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവരുണ്ടല്ലോ, ആ കുടുംബത്തിലുള്ളവർ, അവര് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ടായിരിക്കും. അതിനെ കുറിച്ചിട്ട് സമൂഹം ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ ഇന്ന് വരെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല ആ ഒരു കുടുംബത്തെ കുറിച്ച്. പക്ഷെ
അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അവര് കടികയെ വളർന്നു വരുന്നത് അത് പക്ഷെ നമ്മുടെ ഇങ്ങനെ ചിന്താഗതി മാറ്റി നമ്മള് വളരെ വലുതായിട്ട് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. നമ്മളെല്ലാം ആ ചിന്തിക്കുന്നത് നമ്മളെല്ലാം സൊസൈറ്റിയുടെ ഭാഗമാണ്. നമ്മളും ആ നോൺ ജഡ്ജ്മെന്റ് ഇസ് എ റൈറ്റ് വേർഡ്. നമ്മള് ജഡ്ജ്മെന്റിലല്ലാതെ ആളുകളെ കാണാൻ ശ്രമിക്കുക. അത് ഒത്തിരി കടന്നുകയാണ്. ഇപ്പൊ എനിക്ക് തന്നെ പറ്റുള്ളൂ, ചില സമയത്ത് പറ്റില്ല. പക്ഷെ കോൺഷ്യസ് ആയിട്ട് ഞാൻ ജഡ്ജ്മെന്റിൽ ആളുകളാണ് സ്റ്റെപ്പ് വേറൊരു രീതിയിൽ നോക്കാൻ നമുക്ക് കോൺസ്റ്റന്റ് ഒന്ന് ഓട്ടക്കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ചില സമയത്ത് മനുഷ്യൻ യാന്ത്രികമാവേണ്ടി വരുമ്പോൾ യാന്ത്രികമായി എപ്പോഴും ഒരു ഓട്ടോ കറക്റ്റ് ചെയ്താലേ നമുക്കത് നമ്മൾ കറക്കാൻ നമ്മൾ എന്താ പറയാ, ഈ ഹാവ് ടു റിമൈൻഡ് ഓurselves again and again and again. ഞാൻ ജഡ്ജ്മെന്റിലാവില്ല. ചിലർ നമ്മൾക്ക് ഈ അമ്മമാര് പ്രശ്നമൊക്കെ ആയിട്ട് വരുമ്പോഴേ, കുട്ടികളുടെ പ്രശ്നം വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിലറിയാതെ പോകും, ഈ ചിന്തകൾ പോകും. പിന്നെ എങ്ങനെയാണ് ഈ കൊച്ചു ശരിയാവുക, അങ്ങനെ ചിന്ത. പക്ഷെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ഇപ്പോഴത്തെ ലോകത്ത് രണ്ടുപേരും വർക്ക് ചെയ്താലേ ഫൈനാൻഷ്യലി അവർക്ക് മുമ്പോട്ട് പോകാൻ നോക്കിയുള്ളൂ. ആൻഡ് അവർക്ക് ജോബ് ഫ്ലെക്സിബിലിറ്റി ഒന്നും ഇല്ല മിക്ക ആളുകൾക്ക്. അപ്പം അങ്ങനെയുള്ള നമ്മൾ അവരുടെ ആ നോൺ ജഡ്ജ്മെന്റൽ ആവുക വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നമുക്ക് കോൺഷ്യസ്ലി നമ്മൾ ചെയ്യാനേ പറ്റും. അല്ലെങ്കിൽ നോൺ ജഡ്ജ്മെന്റൽ ആവാതെ എനിക്കായാലും ആർക്കായാലും ആരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മള് ഓരോരുത്തർക്കും അവനവന് തന്നെ അറിയാം അവനവൻ എന്താ പോകണമെന്നുള്ളത്. എന്റെ വിഷമം അശ്വതിക്ക് മനസ്സിലാവുക, അശ്വതി എത്ര പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ എന്താണ് പോകുന്നത്. ഐ കൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ മനസ്സിലാക്കുക. മറ്റേ ആൾക്ക് എന്റെ ആ ഒരു അതുപോലെ തന്നെ നമ്മൾ ഒരാളുടെ പ്രശ്നമായിട്ട് ചിലപ്പെടുത്തി എന്ത് കൊച്ചു പ്രശ്നം, എനിക്കതിനപ്പുറം പ്രശ്നം നമ്മൾ പറയാനേ പാടില്ല. അവനവന്റെ പ്രശ്നമാണ് പ്രശ്നമാണ്. ഒരാൾക്ക് കാണുന്നത് എനിക്ക് തുച്ഛമായി തോന്നിയാലും അതൊരു പ്രശ്നമാണ്. നമ്മൾക്ക് ഇത്രയും ഡെവലപ്മെന്റ് നമുക്ക് നോർമൽ ഫോളോ അപ്പ് വരെ കുഞ്ഞുങ്ങള്. അപ്പൊ ആ അമ്മയ്ക്ക് എന്റെ കുഞ്ഞിന്റെ ഇവിടെ ഒരുപാട് ഡോക്ടറൊക്കെ നോക്കും. അപ്പൊ നമ്മളതിന് തൊട്ട് മുന്നേ ഭയങ്കര ഡിലേയുള്ള അമ്മ കരഞ്ഞ ആകെ ബഹളം വെച്ചപ്പോൾ നമ്മൾ കുഞ്ഞിന്റെ പാടാണ് അവിടുത്തെ. പിന്നെ നമ്മളപ്പോ അവിടെ ഓട്ടോ കറക്റ്റ് ആ അമ്മയ്ക്ക് ആ കുഞ്ഞിന്റെ ആ പാട് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും ആയിരിക്കത്തില്ല, പക്ഷെ അതേ പോയിന്റ് എന്റെ കുഞ്ഞിന് ഇവിടെ പാടും. അപ്പൊ നമ്മൾ എല്ലാവരെയും ആ രീതിയിൽ കാണാൻ ശ്രമിക്കണം. ഇപ്പോഴും നമുക്ക് പറ്റുന്നില്ല. ബട്ട് ആസ് ഇൻഡിവിജ്വൽസ് ആസ് പീപ്പിൾ നമ്മളത് ആ ഒരു ലെവലിൽ നമ്മൾ എത്താം. നമ്മള് കുട്ടികളിൽ ഉണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് ഡോക്ടർ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ തുടരെയായിട്ട് പല വിധത്തിലുള്ള സംഭവങ്ങളിലും കുട്ടികൾ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടുവരും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു കുട്ടിയും കുറ്റവാളിയായിട്ടല്ല ജനിക്കുന്നത്. ഡോക്ടർ പറഞ്ഞ ജനറ്റിക്കൽ ആയിട്ടുള്ള കുറെ ആസ്പെക്ട്സ് അതിനകത്ത് ഉണ്ടെങ്കിലും ഒരു കുട്ടിയും അവനെ കുറ്റവാളിയാക്കി തീർക്കുകയാണ്. അപ്പം അതിന്റെ ഉത്തരവാദിത്തം അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, അവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ജഡ്ജ്മെന്റിലാവാതിരിക്കുക, അവനെ കേൾക്കാൻ ശ്രമിക്കുക, പിന്നെയും കുറ്റവാളികളാക്കി തീർക്കാതിരിക്കുക.